ഇന്നത്തെ വീഡിയോയിലേക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉച്ചയൂണിന് പറ്റുന്ന ഒരു മോര് കാച്ചിയതിൻ്റെ വീഡിയോ ആണ്. മോര് കാച്ചിയതിൽ ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടാണ് മോര് കാച്ചുന്നത്. നമുക്ക് ഏത് കാലാവസ്ഥയിലാണെങ്കിലും മോര് കാച്ചിയത് വയറിന് വളരെ നല്ല ഒരു കൂട്ടാനാണ്. ചോറിന് കൂട്ടി ഉണ്ണാനോ കഞ്ഞിയിൽ ഒഴിച്ചിട്ട് നമുക്ക് കൂട്ടി കഴിക്കാനോ ഒക്കെ പറ്റും മോര് കാച്ചിയത്. ഏത് അസുഖക്കാർക്കും നമുക്ക് പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറയും മോര് കഴിക്കരുത്. അങ്ങനെ സമയത്ത് മോര് കാച്ചിയത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. വയറിനും ദഹനത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ മോര് കാച്ചുന്നതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒരു 2 ഗ്ലാസ് നല്ല കൊഴുത്ത മോരെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തൈരാണ് വെച്ചെങ്കിൽ ഒന്ന് വിസ്ക് വെച്ചിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയോ ചെയ്യുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, പിന്നെ ചെറിയ ഉള്ളിയും കടുകും മുളകും കരിവേപ്പിലയൊക്കെ വറുത്തിടാനും പിന്നെ ഉപ്പും വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആദ്യം വറവിടണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ. അതൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കും. ഇഞ്ചി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയൊക്കെ മൂത്ത മണം വരുന്നുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് ബ്രൗൺ ആവണ വരെ വറക്കണം, മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 4 വറ്റൽമുളക് ചെറുതും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് എളുപ്പത്തിലൊരു കൂട്ടാനാട്ടോ. നമുക്ക് പച്ചക്കറി ഒന്നും ഇല്ലാതിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്നിച്ച് എടുത്ത് വയ്ക്കുകയാണ് എളുപ്പം. ഓരോന്നോരോന്നായിട്ട് ഇടുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ പൊടികളും നമ്മൾ ഒന്നിച്ച് എടുത്ത് വയ്ക്കാം. എല്ലാ പൊടികളും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ചൂടിൽ കിടന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറിയാൽ മതി. അപ്പോൾ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല, അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചെറുതായിട്ട് ഇങ്ങനെ ഒരു പത വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്യണം.
മോരൊഴിച്ച് തിളച്ചാൽ അത് കട്ടയും വെള്ളമായി പോവും. ഇനി നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. മോര് കാച്ചിയതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേറൊരു വീഡിയോ ആയിട്ട് വരണ വരെ